കേശവൻ പാറയ്ക്ക് ശേഷം ഞങ്ങൾ പോയത് പോത്തുണ്ടി ഡാമിലേക്കാണ്. പോത്തുണ്ടിയിൽ ഭാരതപ്പുഴയുടെ ഒരു പ്രധാന പോഷക നദിയായ ഗായത്രി പുഴയുടെ പോഷക നദിയായ മംഗലം പുഴയുടെ കൈവഴിയായ അയലൂർ പുഴയുടെ കൈവഴികളായ മീൻചാടി, ചാടി എന്നീ പുഴകളിൽ നിർമ്മിച്ച മണ്ണുകൊണ്ടുള്ള അണക്കെട്ടാണ് പോത്തുണ്ടി അണക്കെട്ട്. ഇത് ഇന്ത്യയിലെ മണ്ണുകൊണ്ടുണ്ടാക്കിയ വലിയ അണക്കെട്ടുകളിൽ ഒന്നാണ്. പാലക്കാട് പട്ടണത്തിൽ നിന്ന് ഏകദേശം 42 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഈ മണ്ണുകൊണ്ടുള്ള അണക്കെട്ട് 19-ാം നൂറ്റാണ്ടിൽ സാധാരണ കോൺക്രീറ്റിന് പകരം ശർക്കരയും ചുണ്ണാമ്പും ചേർത്ത് മിശ്രിതം ഉപയോഗിച്ചാണ് നിർമ്മിച്ചത്. കുത്തനെയുള്ള പടികൾ കയറാൻ തയ്യാറാണെങ്കിൽ ഡാമിന്റെ മുകളിൽ നിന്നുള്ള ഭംഗി ആസ്വദിക്കാം. ഞങ്ങൾ കുറച്ചുനേരം ഡാമിന്റെ മുകളിലൊക്കെ നിന്നതിന് ശേഷം പതുക്കെ താഴെ ഇറങ്ങി ഓരോ ഐസ്ക്രീമും കരിമ്പ് ജ്യൂസൊക്കെ കുടിച്ചു. ഇതിനടുത്ത് തന്നെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള സ്ഥലമാണ്. നമ്മളെല്ലാം ഗെയിം കളിക്കുന്ന പോലെയൊക്കെയാണ് ആ റോഡിൽ കൂടെ പോണ. ആ റോഡ് നമ്മൾ കണ്ടാണ്. റോഡിന്റെ അവസ്ഥ ചില സ്ഥലങ്ങളിലൊക്കെ ആട്ടോ പോലും പോവോ എന്നുള്ളൊരു സിറ്റുവേഷനിലൊക്കെ പുള്ളി ബ്രേക്ക് എനിക്കൊന്നും പുള്ളി ചവിട്ടിയതായിട്ട് എനിക്ക് ഓർമ്മയേ ഇല്ല. പുള്ളി നല്ല കൂളായിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെ നന്ദി പുള്ളിക്കാണ്. താങ്ക് യു വെരി മച്ച്. രണ്ടാമത്തെ നന്ദി നമ്മുടെ കോർഡിനേറ്റർ എല്ലാ കാര്യത്തിലും ഉണ്ടായിരുന്നു. പിന്നെ കോർഡിനേറ്റർ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നെല്ലിയാമ്പതി പോയി നെല്ലിയാമ്പതി കണ്ട് വന്നത് മാത്രമല്ല, അതിൻ്റെ ഇടയ്ക്കുള്ള കുറേ മറ്റേ ക്ഷേത്രം കാണിച്ചു തരുന്നത്, ആ ക്ഷേത്രത്തിലാണ് ഏറ്റവും വലിയ വെടിക്കെട്ട് നടക്കുന്നത്. അങ്ങനെ ഒരുപാട് അറിവുകൾ പുള്ളിക്കാരി പകർന്നത്. അപ്പൊ അതിനും കൂടെ ഒരു വലിയ താങ്ക്സ് ഉണ്ട്. ഞങ്ങൾ എല്ലാവരെയും സ്വന്തമായിട്ട് തന്നെ കൺസെപ്റ്റ് ചെയ്യും. പിന്നെ മൂന്നാമത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ പാലക്കാട്. ഒരുമാതിരി എല്ലാവരും പാലക്കാട് ആൾക്കാരാണ്. ഈ സാറ് മാത്രമേ ഉള്ളൂ ബാംഗ്ലൂരിൽ നിന്ന് വന്ന്, ഇന്ന് മറ്റേ 3 പേര് വയനാട്ടിൽ. അപ്പം ഞങ്ങൾ മാത്രമേ, എനിക്കൊന്ന് ഞാനും ഈ സാറും മാത്രമേ ഉള്ളൂ ഇത് ഈ ഗ്രൂപ്പിൽ ഒറ്റയ്ക്ക് വന്നത് അല്ലേ? ഒറ്റയ്ക്ക് വന്നത് ഞങ്ങൾക്ക് കേട്ടില്ലേ ഉള്ളൂ, വേറെ ആരെങ്കിലും ഉണ്ടോ? പക്ഷേ ഒരു പോയിന്റിൽ രാവിലെ 7 മണിക്ക് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തത് തൊട്ട് ഈ നിമിഷം വരെ ഒറ്റയ്ക്കാണെന്നൊരു തോന്നൽ എനിക്ക് വന്നിട്ടില്ല. എനിക്ക് വന്ന സാറിന് അങ്ങനെ ഉണ്ടായിരിക്കും, അങ്ങനെ ഒരു ഫീലിംഗേ വന്നിട്ടില്ല. അപ്പൊ അതിന് പാലക്കാട്ടെ ആൾക്കാരോട് നന്ദി പറയുന്നു. നന്ദിയല്ല, അതിന് കടപ്പാട് ഉണ്ട്. കാരണം ഞാൻ കൊല്ലത്ത് ഇന്നലെ കയറിയപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അയ്യോ ഒറ്റപ്പെട്ട് പോവുമോ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം ഞാൻ ആദ്യമായിട്ടാണ് പാലക്കാട് വരുന്നത്. ഞാൻ ഇതുവരെ പാലക്കാടൊന്ന് എഴുതാൻ 2 K ഉണ്ടോന്ന് പോലും എനിക്ക് ഡൗട്ടാണ് ഇപ്പോഴും. അപ്പൊ അങ്ങനെയുള്ള ഇതിലാണ് ഞാൻ വന്നത്. പക്ഷേ നല്ലപോലെ എൻജോയ് ചെയ്ത് നെല്ലിയാമ്പതി ഞാൻ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ കണ്ടിട്ടേ ഉള്ളൂ. അത് വെച്ചിട്ടാണ് ഇവിടെ പോകണമെന്ന് കുറച്ച് നാളുകൊണ്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ വന്നതാണ്. അപ്പം ആ ട്രിപ്പും അടിപൊളിയായി. പിന്നെ വേറെ പറയാനുള്ളത് ഫുഡ് പാലക്കാടിലെ ഫുഡ്, രാവിലത്തെ ഫുഡ് എനിക്ക് കുറച്ച് വ്യത്യസ്തമായിരുന്നു. കാരണം സാമ്പാർ ഞങ്ങളവിടെ കടുവറുക്കാറില്ല. ഇവിടെ സാമ്പാറിൽ കടുവറുത്ത് കൊണ്ടെന്ന് തോന്നുന്നു. കാരണം സാമ്പാറിൽ കടുവറുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ചിലപ്പോൾ കാണുമായിരിക്കും. പക്ഷേ നല്ല ഫുഡായിരുന്നു കേട്ടോ. ദോഷം പറയുന്നതല്ല, അതൊരു എനിക്കൊരു വ്യത്യസ്തമായിട്ട് തോന്നിയ ഒരു കാര്യമാണ്. പിന്നെ പാലക്കാടിനെ കുറിച്ച് പറയാൻ നല്ലൊരു അന്തരീക്ഷമുള്ളൊരു ഇതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോഴും പാലക്കാട് ഒരുപാട് രീതിയിൽ അവഗണിക്കപ്പെടുന്നുണ്ട്. ആ നെല്ലിയാമ്പതിയിലുള്ള സ്ഥലങ്ങളിലൊക്കെ ഞങ്ങളുടെ അവിടെയൊക്കെ അതുപോലൊരു സ്ഥലം ഉണ്ടെങ്കിൽ നല്ല നീറ്റ് റോഡും എല്ലാം റെഡിയാക്കി ഇടുമായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാൻ പറ്റില്ല. അത് നടക്കട്ടെ, അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. പിന്നെ ഉള്ളത് വേറെ എന്താ, പിന്നെ നമ്മളെ യാത്രയെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും എൻജോയ് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. ആർക്കും ഒരു വ്യത്യസ്ത അഭിപ്രായം കാണുമെന്ന് എനിക്ക് തോന്നുന്നു. ആദ്യമായിട്ട് വന്ന മറ്റേ ലാസ്റ്റിലിരിക്കുന്ന ആ ഫാമിലി അവരും എൻജോയ് ചെയ്ത് കാണാനേ വഴിയുള്ളൂ. നമ്മൾ കാറിൽ, ഞാനും പണ്ട് കാറിലൊക്കെ ആയിരുന്നു ട്രിപ്പ് പോകണം. അപ്പോൾ കാറിൽ ട്രിപ്പ് പോകണപ്പോൾ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ വീട്ടിൻ്റെ മതിൽ,
വീട്ടിന്റെ ഗേറ്റ്, പിന്നെ റോഡിന്റെ സൈഡിൽ പിടിച്ചിരിക്കുന്ന പുല്ല്, ഇതൊക്കെയാണ് കാണുന്നത്. അതിന് മേലോട്ടുള്ളൊരു വ്യൂ കിട്ടുന്നത് നമ്മൾ ബസ്സിൽ പോകുമ്പോഴേ ഉള്ളൂ. അതിപ്പം ബഡ്ജറ്റിൽ തന്നെ ആകുമ്പം ആ വ്യൂ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അപ്പൊ അത് ആ അവസരം എല്ലാവരും മുതലാക്കണമെന്നും കൂടെ പറയുന്നു. പിന്നെ അതുപോലെ ഞാൻ ചെന്നൈയിലാണ് കുറെ നാൾ അവിടെ ആയിരുന്നു. അപ്പൊ അവിടെ ഇതുപോലൊരു ഓപ്പർച്യൂണിറ്റി ഈ ബഡ്ജറ്റ് ഇതിൽ ഇത്രയും നല്ല സ്ഥലങ്ങൾ കാണിക്കാനും ഇതിനുമൊക്കെ. അപ്പം ആ ചാൻസ് നിങ്ങൾ യൂസ് ചെയ്യണമെന്ന് എല്ലാവരോടും, ആ ചാൻസ് നിങ്ങൾ KSRTCയിലൂടെ തന്നെ മുതലാക്കണമെന്നും കൂടെ പറയുന്നു. പിന്നെ പറയുന്നു എല്ലാവർക്കും നന്ദി, നമസ്കാരം. അങ്ങനെ 6 മണിക്ക് KSRTC സ്റ്റാൻഡിലെത്തി. ഞാനും മഞ്ജുഷേച്ചിയും സോനുവും ഓട്ടോ എടുത്ത് സ്റ്റേഡിയം സ്റ്റാൻഡിലേക്ക് പോയി. അവിടെ നിന്ന് പിന്നെ വീട്ടിലേക്ക്. ഇതാണ് ഞങ്ങൾ പോയ നെല്ലിയാമ്പതി യാത്രയിലെ അനുഭവങ്ങൾ. കേരളത്തിലെ KSRTC ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്ന ബജറ്റ് ടൂറിസം എന്തുകൊണ്ടും അടിപൊളിയാണ്. ഇവരുടെ പാക്കേജിൽ ഇനിയും ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഡീറ്റെയിൽസ് അറിയാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്താൽ മതി.